മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് ഇത് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അങ്ങ് വിദേശത്തുള്ള ആൾക്കാർ വരെ കുമരകം തപ്പി ഈ കൊച്ചു കേരളത്തിലെത്തുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന എനിക്ക് കുമരകത്തോട് ഭയങ്കര പുച്ഛമായിരുന്നു. ഇത്തവണ എന്നാ ഒരു സ്റ്റേക്കേഷൻ പോലെ കുമരകത്തൊരു റിസോർട്ട് തപ്പിയാലോ ഒന്ന് നോക്കിയപ്പോഴാണ് ഞെട്ടിപ്പോയത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ട്, അത് നമ്മൾ വിചാരിക്കുന്ന ഒരു ആംബിയൻസ് കിട്ടാൻ ഇത്തിരി പാടാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ തപ്പലിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ റിസോർട്ടാണത് ഈ കാണുന്നത്. പാരഡൈസ് റിസോർട്ട് കുമരകം. ശരിക്കും 5K താഴെ വരുന്നൊരു റിസോർട്ടാണ് ഇത്. കൊടുക്കുന്ന കാശിന് വർത്ത് ആയിട്ടുള്ള റൂമും അമ്യൂണിറ്റീസും ഒക്കെയാണ്. ഫോറിനേഴ്സും നോർത്ത് ഇന്ത്യൻസും ഒക്കെ പ്രിഫർ ചെയ്യുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അതിൻ്റേതായ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റായിട്ട് കുമരകത്തൊരു റിസോർട്ട് തപ്പുന്നവർക്ക് ഇതും ഒരു ഓപ്ഷനായിട്ട് വേണമെങ്കിൽ എടുക്കാം. കായലിനോട് ചേർന്ന് വരുന്ന ഒരു ചെറിയ പ്രോപ്പർട്ടിയാണിത്. പക്ഷേ ഉള്ള സ്ഥലത്ത് എങ്ങനെ നല്ലൊരു ആംബിയൻസിൽ ഒരു റിസോർട്ട് വെക്കാം എന്നുള്ളത് കറക്റ്റായിട്ട് ഇവർ തെളിയിച്ചിട്ടുണ്ട്. ജോലിയിൽ നിന്നും എല്ലാ ടെൻഷനിൽ നിന്നും ഒരു ദിവസം റിലാക്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്ഥലമാണിത്. ഈ കാണുന്ന കോട്ടേജിൻ്റെയൊക്കെ മുമ്പിലായിട്ട് ഒരു ചെറിയ കനാല് നമുക്ക് കാണാൻ പറ്റും. ഇത് ഇവിടുത്തെ ഹണിമൂൺ കോട്ടേജാണ്, അതായത് ഫ്ലോട്ട് ചെയ്യുന്ന ഹണിമൂൺ കോട്ടേജ്. നല്ല ചൂടുള്ള സമയത്താണ് ഞങ്ങൾ കുമരകത്ത് വന്നതെങ്കിലും ഇങ്ങനെ കായലിൽ നിന്ന് വീശുന്ന തണുത്ത കാറ്റുണ്ടല്ലോ, അതനുഭവിച്ച് ഇവിടെ നിൽക്കാൻ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. കോട്ടേജിന് മുന്നിൽ കാണുന്ന ചെറിയ കനാലെന്ന് പറഞ്ഞ സാധനമില്ലേ, ദേ അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു കയാക്കിങ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നുമല്ല ഇവിടുത്തെ അടിപൊളി ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദേ ഈ ഇൻഫിനിറ്റി പൂളാണ്. അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് അടിച്ച് പൊളിച്ച് ഒരു ദിവസം കുമരകത്തങ്ങ് സ്പെൻഡ് ചെയ്തു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നേരെ വീട്ടിലേക്ക്.